ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തോട്ടത്തിൽ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ മിക്സിയും അതുപോലെ കുക്കറൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനങ്ങളാണ് അല്ലേ, നിത്യോപയോഗ സാധനങ്ങളാണ്. കാരണം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ മിക്സി അതുപോലെ തന്നെ കുക്കർ എന്ന് പറയുന്നത്. അപ്പോൾ മിക്സി ജാറിൻ്റെ കൂടുതലായിട്ട് മിക്സിൻ്റെ ജാറിൻ്റെ ഈ വാഷറുകൾ അതുപോലെ കുക്കറിൻ്റെ വാഷർ ഇതൊക്കെ കംപ്ലൈൻറ്റ് ആവാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് പരിഹരിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതാണ്ടോ നമ്മൾ മിക്സിൻ്റെ ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വാഷർ നല്ലതുപോലെ ലൂസാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ലൂസാകുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു പൊടിക്കൈകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ ആ മിക്സിൻ്റെ ജാറിൻ്റെ ആ ഒരു വാഷർ ഉണ്ടല്ലോ അതും അതുപോലെ തന്നെ നമ്മുടെ കുക്കറിൻ്റെ വാഷറും കൂടെ ഇങ്ങനെ നമ്മൾ ഒരുപാട് കുക്കറിൻ്റെ വാഷറും അതുപോലെ മിക്സിൻ്റെ ജാറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിൻ്റെ വാഷർ ലൂസായി പോകാറുണ്ട്. അതുപോലെ തന്നെ കുക്കറിലാവുമ്പോൾ വിസിൽ വരാതിരിക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലേ. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഒരു വാഷർ ഇതുപോലെ ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ ഇതുപോലെ ഫ്രീസറിൽ വെച്ചാൽ മതി. എന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര ലൂസായിട്ടുള്ള വാഷറാണെങ്കിലും കുറച്ച് ടൈറ്റ് ആയിട്ട് കിട്ടും. നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന സമയത്ത് വിസിൽ വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ മിക്സിയുടെ ജാറാണെങ്കിലും നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും, നല്ല ഫിറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വാഷറൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാം വാഷ് ചെയ്യാറുണ്ട് അല്ലേ. അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് വലിച്ച് വാഷ് ചെയ്യരുത്. അങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഹാങ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ഇതുപോലെ നമ്മൾ തൂക്കിയിടാൻ പാടില്ല. നമ്മൾ മിക്സിയുടെ വാഷറാണെങ്കിലും കുക്കറിൻ്റെ വാഷറാണെങ്കിലും ഇതുപോലെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അത് ലൂസായി പോകും കേട്ടോ. അതുപോലെ അതിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലും നമ്മുടെ വാഷർ ലൂസാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുക്കറിൻ്റെ ആ ഒരു അടപ്പിൽ തന്നെ ഇട്ട് വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷേപ്പൊന്നും പോകാതെ നല്ല ഫിറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതാണ്ടല്ലോ നമ്മുടെ മിക്സിൻ്റെ ജാറിൻ്റെ ആ ഒരു വാഷർ ഉണ്ടല്ലോ അത് ലൂസാണ് കേട്ടോ. കണ്ടില്ലേ, ഇത് അടയുന്ന പോലും ഇല്ല, കണ്ടല്ലോ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനൊരു ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു റബ്ബർ ബാൻഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ മുടിയിൽ ഇടാൻ ഉപയോഗിക്കുന്ന ഒരു റബ്ബർ ബാൻഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഞാനിതാ ഈ ഒരു ഗ്യാപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു വാഷറിൻ്റെ ഈ ഒരു അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ വാഷറിലൊക്കെ, എല്ലാ വാഷറിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ ഞാനിത് അങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. നമുക്ക് പിന്നെ പെട്ടെന്നൊന്നും അത് അഴിഞ്ഞു വരിക അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടോ നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു റബ്ബർ ബാൻഡിന് പകരം ഈ ഒരു ഇങ്ങനത്തെ ഒരു റിബണും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പാശിയുണ്ട്, പാശി ഇല്ലാത്തതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താലും നല്ല ഫിറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതും ഒന്ന് ഇട്ട് കാണിച്ചു തരാം. അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അതിൽ കൂടെ തന്നെ നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഷർ ലൂസായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത്. അതായത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പ്രാവശ്യം കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. കേട്ടോ, അങ്ങനെ ഇതുപോലെ നമ്മൾ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാഷർ ഒരുപാട് കാലത്തേക്ക് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഒന്നും മാറാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ വാഷർ ഉണ്ടല്ലോ നമ്മൾ ലൂസായോ എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ വാഷറിൽ പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആയിട്ടായിരിക്കും അത് തിരിയുക. കണ്ടില്ലേ, നമ്മളിത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടോ ഇത് അത്ര നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതിങ്ങനെ തിരിച്ചെടുക്കാനായിട്ട്. കാരണം ഇത് നല്ല ഫിറ്റായിട്ടാണ് ഇതിലിരിക്കുന്നത് കേട്ടോ. നല്ല നമ്മുടെ വാഷർ ലൂസായിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് നല്ല ലൂസായിട്ടാണ് ഇത് തിരിയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് വാഷർ ലൂസായി എന്നുള്ളത്. അതുകൊണ്ടാണ് വിസിൽ വരാത്തത്, അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അങ്ങനെ നമുക്ക് വാഷർ ലൂസായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമ്മുടെ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തിളപ്പിക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ചാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വെള്ളവും നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാലും മതി. നമ്മുടെ വാഷറും ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വാഷറൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വാഷറിൽ അധികം ചൂടൊന്നും ഉണ്ടാവില്ല. നമുക്ക് അപ്പോൾ തന്നെ കയ്യിലെടുക്കാൻ വേണ്ടി പറ്റും കണ്ടോ. എന്നിട്ട് നമുക്കിതെടുത്തിട്ട് കുക്കറിൽ ഇടാവുന്നതാണ്. എന്നിട്ട് അപ്പോൾ ഇതുപോലെ ഇട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ ഫിറ്റായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ നമുക്ക് വിസിലൊക്കെ വരാതിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.